Hi, hello and welcome to IAS Factor. നമുക്ക് ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇന്ന് ഒരു മിക്സ് ഓഫ് ന്യൂസ് തന്നെയാണ് ഉള്ളത്. കുറച്ച് ഇൻ്റർനാഷണൽ ന്യൂസ് കുറച്ചധികം ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം കുറച്ച് എക്കണോമിക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ബൈ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇസ്രയേൽ സ്ട്രൈക്സ് kills 45 across Gaza as truce talks resume. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ നോക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അറ്റാക്സ് ആണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ബിക്കോസ് ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി നമുക്ക് അറിയേണ്ടത് ഒരു സൈഡിൽ ഓൾറെഡി ഇസ്രായേൽ പ്ലസ് പാലസ്റ്റീൻ ഗാസയിൽ അറ്റാക്ക് ഇസ്രായേലിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ അറ്റാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ആംഗിളിൽ തന്നെ ദർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഹെസ്ബുള്ള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ദേ ആർ ഓപ്പറേറ്റിംഗ് ഫ്രം ലെബനൻ. ഇവരും ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഏജൻസിയാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. സോ ഇസ്രായേൽ ഗാസ അറ്റാക്ക് ഓൾറെഡി നടക്കുന്നുണ്ട്. ഇറാൻ അറ്റാക്ക് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേൽ ഹാസ് അറ്റാക്ട് ഇറാൻ ആൻഡ് ഇൻ റിട്ടാലിയേഷൻ ടു ദാറ്റ് ഹെസ്ബുള്ള ഈസ് ഓൾസോ അറ്റാക്കിംഗ് ഇസ്രായേൽ. സോ ഇസ്രായേൽ എല്ലാ സൈഡിൽ നിന്നും ഈക്വലാണ്. ഈ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ മനസ്സിലായാൽ തന്നെ ഇന്റർനാഷണൽ ഇക്വേഷൻ മനസ്സിലായ കുറേയൊക്കെ ന്യൂസ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിലേറ്റിംഗ് ദാറ്റ്. ആൻഡ് എന്താണ് ഈ ട്രൂസ് എന്ന് പറയുന്നത്? നമ്മൾ ട്രീറ്റി അല്ലല്ലോ ട്രൂസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒരു സ്മോൾ ബ്രീത്തർ ടൈം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബ്രേക്ക്. നമ്മൾ തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെച്ചു, അല്ലെങ്കിൽ ഒരു ട്രൂസ് എത്തി, രണ്ടുപേരും ഫയർ ഒന്നും ചെയ്യുന്നില്ല, കുറച്ചൊരു ബ്രേക്ക് പോലെ. അതാണ് ട്രൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഇതിനകത്തുള്ള ഈ ഇന്റർനാഷണൽ ഇക്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ഇവിടെ പറഞ്ഞു തന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ Q2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി Q1, Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 4 വർഷം 3 മാസങ്ങളുടെ ഇതാണ്. എപ്പോഴും ഈ പേപ്പറിൽ Q1, Q2 എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഹാവ് എ സ്ട്രോങ് ഐഡിയ. നമുക്ക് 12 മാസം ഉണ്ടല്ലോ, അത് ഫിനാൻഷ്യൽ ഇയർ ജനുവരി തൊട്ടല്ല തുടങ്ങുന്നത്, ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 3 മാസത്തിൻ്റെ 4 ക്വാർട്ടർ വെക്കുമ്പോഴാണ് നമുക്ക് 12 മാസം ആവുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. സോ Q1 എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. Q2 എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എൻഡ് ആണ്. Q3 എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ്. ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം. അപ്പോൾ Q1, Q2, Q3, Q4 എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ക്വാർട്ടറാണ് ഉദ്ദേശിക്കുന്നത്. 3 മാസത്തെ 4 ക്വാർട്ടേഴ്സ് ആണ്. 12 3 into 4 12 ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന സംഭവം Q2 ഇൻവെസ്റ്റ്മെന്റ്സ് അപ് ടു 42.5%. കാപെക്സ് റിക്കവർ ഷോസ് ഡേറ്റ. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമല്ല, എങ്ങനെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, പ്രൈവറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, ഫോറിൻ, മൊത്തത്തിൽ എങ്ങനെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കമ്പനീസ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും പുതിയ പ്രൊജക്റ്റുകളിൽ എത്രത്തോളമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുതിയ പ്രൊജക്റ്റുകളിൽ ആരൊക്കെയാണ് വളരെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കിയിരിക്കുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം വളരെ ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ ഗവൺമെന്റും ഇലക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കമ്പനീസിന് ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആണ്, ഗവൺമെന്റും വളരെ ഹൈ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രൈവറ്റ് കമ്പനീസ് വളരെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പറയുന്ന ഒരു സ്ഥലം മഹാരാഷ്ട്രയാണ് ഏറ്റവും നല്ല സ്ഥലം. സോ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ. ഇൻവെസ്റ്റ്മെന്റ്സ് വന്നില്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ല, ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ എക്കോണമി നന്നായിട്ട് ഗ്രോ ചെയ്യില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് നമുക്കിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഞാൻ ഒന്ന് ഗിവ് മീ 1 second, let me give you an idea on that. ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. വിത്ത് ഗവൺമെന്റ് കാപെക്സ് റിക്കവറിങ് ഓവർ. ഇതിൽ ബാക്കി ഇതിൻ്റെ എക്കണോമിക്സിന്റെ ഭാഷ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻവെസ്റ്റ് ചെയ്യുന്ന പുതിയ പ്രൊജക്ട്, ഞാൻ ഇതിന്റെ എക്കണോമിക്സ് ഇത് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനീസ് വളരെ ഹൈ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് വളരെ ഹൈ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയാണ് ഏറ്റവും ടോപ്പ് ഇൻവെസ്റ്റർ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റ്. എല്ലാവർക്കും മഹാരാഷ്ട്ര ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സോ കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ്സ് ആണ്. സോ കേരളം എവിടെയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റും കൂടെ ആണോ കേരള എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുതിയ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്
സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ കംപ്ലീറ്റ് പരസ്യമായതുകൊണ്ട് നമുക്ക് അടുത്ത മേജറായിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ പ്രധാന വാർത്തകളിലേക്ക് പോവാം. നെക്സ്റ്റ് മിഷൻ ഇസ് ടു ഗിവ് 1000 പെർ മന്ത് ടു വിമൻ. ആം ആദ്മി പാർട്ടിയുടെ ഇതാണ്. ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ത്രീകൾക്കെല്ലാം മാസം 1000 രൂപ വെച്ചിട്ടും അല്ലെങ്കിൽ 1100 അല്ലെങ്കിൽ 2000 രൂപയൊക്കെ കൊടുക്കുന്ന സ്കീമുകൾ വരുന്നുണ്ട്. അത് ഇലക്ഷന് വേണ്ടി വരുമ്പോൾ എപ്പോഴും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ഇവിടെ ഗവൺമെൻറ് സ്കീമിൻ്റെ ഭാഗമായിട്ടും കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ആസ്പെക്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇന്നലെ കഴിഞ്ഞ കുറേ ഇതായിട്ടുള്ളതാണല്ലോ, പൊളിറ്റിക്കൽ വാർത്തയാണ്, പക്ഷെ എന്നാലും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. വിജയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വെരി ക്ലീൻ. വിജയുടെ നല്ലൊരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ്രാവിഡിയൻ മോഡൽ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഇനി വരും ദിവസങ്ങളിൽ ഡെഫിനറ്റ്ലി എഡിറ്റോറിയൽസ് ഒക്കെ ഇതിന് വേണ്ടി വരും. ഇതിനെ ഇപ്പം നമ്മളൊരു സിനിമ സ്റ്റാറായിട്ട് നമ്മൾ കാണുന്ന ഒരു കൗതുകം, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആസ്പെക്റ്റോ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ആസ്പെക്റ്റ് ഇവർ കൊണ്ടുവരുമ്പോൾ നമുക്കിത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ UP ഗവൺമെൻറ് ഇൻവെസ്റ്റിംഗ് ഓവർ 77 crore ഫോർ ഹെൽത്ത് കെയർ അറ്റ് മഹാകുംഭ്. അപ്പോൾ എന്താണ് ഈ ചോദ്യം, എന്താണ് ഈ മഹാകുംഭ്, എന്താണ് പ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം? പ്രയാഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദാറ്റ് വാസ് പ്രീവിയസ്ലി ദി അലഹബാദ്. നമ്മുടെ പഴയ അലഹബാദ് എന്ന സ്ഥലം തന്നെയാണ് പ്രയാഗ് എന്ന് പറയുന്നത്. സോ പ്രയാഗ് രാജ് എന്ന് പറയുന്ന സ്ഥലം. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി എ പ്ലേസ് ഫോർ 3 കോൺഫ്ലുവൻസ്. 3 നദികളുടെ കോൺഫ്ലുവൻസ് ആണ് സംഗം, ത്രിവേണി സംഗം എന്ന് പറയുന്നത്. ഒന്ന് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗംഗ. സോ ഗംഗ, യമുന ആൻഡ് ദ മിഥിക്കൽ സരസ്വതി റിവർ. സരസ്വതിയുടെ ഒക്കെ 3ന്റെയും സംഗമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നടക്കുന്ന മഹാകുംഭ്, ഈ വലിയൊരു റിലീജിയസ് ഫെസ്റ്റിവലാണ് മഹാകുംഭ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന വലിയൊരു പരിപാടിയാണ് ഹിന്ദുസിനെ സംബന്ധിച്ചോളം ആ നദിയിൽ മുങ്ങി പ്രാർത്ഥിക്കാൻ. സോ മഹാകുംഭ് എന്ന് പറയുന്നത് 12 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് ഒരു മഹാകുംഭ് വരുന്നത്. സോ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇത് നടക്കാൻ പോവാണ്. ഇനി വരാൻ പോകുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ജനുവരി ടു മാർച്ചിലാണ് മഹാകുംഭ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. സോ നാളെ നിങ്ങൾ സിവിൽ സർവൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഈ കേഡറിലൊക്കെ വരുന്ന സമയത്തും ഇങ്ങനത്തെ മാസ് സ്കെയിൽ ഇവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണെന്നുള്ളത് ഒരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളൊക്കെ UPSCക്ക് പഠിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ ലുക്ക് അറ്റ് ദി സ്കെയിൽ ഓഫ് പീപ്പിൾ കമ്മിങ്. എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും നമ്മൾ ലോ ആൻഡ് ഓർഡറിലും ആൾക്കാരെ കൺട്രോൾ ചെയ്യാനൊക്കെ കൊണ്ടുവരേണ്ടല്ലേ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ചലഞ്ച്, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കാൻ. പിന്നെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് കഴിഞ്ഞാൽ മദ്രാസ് ഹൈക്കോർട്ട് റിഫ്രെയിൻസ് ഫ്രം കമന്റിങ് ഓൺ ദ ജെന്യുവിനെസ് ഓഫ് ആര്യൻ-ഡ്രവിഡിയൻ തിയറി. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആർട്ടിക്കിൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇങ്ങനെ ആര്യൻ ആരാ, ദ്രാവിഡൻ ആരാ, ഇപ്പോൾ തമിഴ്നാട്ടിലെ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ദ്രാവിഡൻ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ വിജയ് പറഞ്ഞതും ദ്രാവിഡൻ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ആര്യൻ-ദ്രാവിഡൻ ഡിവൈഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടിട്ടും NCERTയിലെ പുസ്തകങ്ങളിലും അതേപോലെ SCERT സ്റ്റേറ്റിൻ്റെ പുസ്തകങ്ങളിലും ഈ ആര്യൻ-ദ്രാവിഡൻ തിയറിനെ കുറിച്ച് ഡിസ്കഷൻ വരുമ്പോഴാണ്, പ്ലീസ് റിമെമ്പർ ഇതൊരു തിയറിയും കൂടെ ആണ്, മാക്സ് മ്യൂളർ. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് നന്നായിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ നോക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. സോ വളരെ ഷോർട്ടായിട്ട് മനസ്സിലാക്കുക, ആര്യൻസ് എന്ന് പറയുന്നത് പല രീതിയിൽ ഇന്ത്യയിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യ വാസ് ബേസിക്കലി ഹെൽഡ്, ഇന്ത്യ ഒരു ദ്രാവിഡൻ രാജ്യമായിരുന്നു. എസ്പെഷ്യലി ഇൻഡസ് വാലിയിലെ ആൾക്കാരൊക്കെ ഒരു ദ്രാവിഡൻ കൾച്ചറിൽ പീസ് ലവിങ് ആൾക്കാരായിരുന്നു. ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ള ഇതിൽ പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റും കൂടെ ഉണ്ട്. പലരും പറയുന്നുണ്ട് സാൻസ്ക്രിത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലാംഗ്വേജിൻ്റെ യൂറോപ്പിലുള്ള എല്ലാ ലാംഗ്വേജിൻ്റെ റൂട്ട് ഇന്ത്യയിലെ സംസ്കൃതം ആണെന്ന് പറയുന്നുണ്ട്. കാരണം ജർമ്മൻ ആണെങ്കിലും സംസ്കൃതം ആണെങ്കിലും ഒക്കെ വളരെ സിമിലർ അല്ലേ. ഇപ്പോൾ എൻ്റെ പേര് മമ നാമ എന്ന് പറയുന്നതും ജർമ്മനിലും ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്, മമ നാം. സോ സാൻസ്ക്രിറ്റ് റൂട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാക്സ് മ്യൂളറിനെ പോലത്തെ ആൾക്കാർ, ലിംഗ്വിസ്റ്റുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് ആസ്പെക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വന്ന ആൾക്കാരാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയി വന്ന ആൾക്കാരാണ് ആര്യൻസ്. അവർ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ദ്രാവിഡിയൻ, നോർത്തിലുള്ള ദ്രാവിഡിയൻസിനെയൊക്കെ ഓടിച്ചു വിട്ട് അവിടെ കീഴടക്കി ഒരു ആര്യൻ സിസ്റ്റം കൊണ്ടുവന്നു. ദ്രാവിഡിയൻസിനെ സൗത്തിലേക്ക് പുഷ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് മോർ ഓഫ് ഒരു ഇൻഫീരിയോറിറ്റി ആംഗിൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മാക്സ് മ്യൂളറിനെ പോലത്തെ ആൾക്കാർ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി നോർത്ത് സൗത്ത് ഡിവൈഡിൽ ആര്യൻസും ദ്രാവിഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫിക്കൽ ഐഡിയോളജിക്കൽ ആസ്പെക്റ്റ് ദേ ട്രൈ ടു ഇൻഫ്യൂസ് ഇൻ പീപ്പിൾസ് മൈൻഡ്. അതും ഒരു വലിയൊരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇത് ഹിസ്റ്ററിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട്, ഏതാണ് ശരി എന്നുള്ളത്. ആര്യൻസ് ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ പാർട്ട് തന്നെയാണ്. ആര്യൻ തിയറി കുറേ ഉണ്ട്. ഇത് ഹിമാലയൻ തിയറി പറയുന്നുണ്ട്, സപ്ത സൈന്ധവ തിയറി പറയുന്നുണ്ട്,
ആർട്ടിക് ഹോം തിയറി, ഇതൊക്കെ പഴയ ഹിസ്റ്ററിയുടെ തിയറീസ് ആണ് ആര്യൻസ് എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഈ ചരിത്രത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ആളല്ല. അപ്പോൾ ഹിസ്റ്ററി ആസ്പെക്റ്റിൽ ആര്യൻ ഇൻവേഷൻ തിയറി, ഡബിൾ ഇൻവേഷൻ തിയറി, അങ്ങനെ കുറേ തിയറീസ് ഉണ്ട് ഹിസ്റ്ററിയിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇതിലൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഈ ഒരു ആർട്ടിക്കിൾ വെസ്റ്റ് ബംഗാളിലെ ജംഗിൾ മഹൽ റീജിയൻ എന്ന് പറയുന്ന സ്ഥലം, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് ഒരുപാട് കഥ പോലെ പറയുന്നുണ്ടെങ്കിലും നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാവേണ്ടത് എലിഫന്റ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ആണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. സോ ദാറ്റ് ബ്രിങ്സ് us ടു എ ലാർജർ ക്വസ്റ്റ്യൻ ഓഫ് എൻവയോൺമെന്റ്. GS പേപ്പർ 3 കൊണ്ടുവരുന്നതാണ്. എലിഫന്റ് കോറിഡോർസ് അല്ലെങ്കിൽ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ സാധാരണ അമ്പലത്തിൽ കാണുന്ന പൂരത്തിന് കാണുന്ന ആന പോലെ അല്ല, വളരെ വൈൽഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇവർ പറയുന്ന അവരുടെ കൃഷി സ്ഥലങ്ങൾ, അവരുടെ ലാൻഡ് എല്ലാം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ആനിമലാണ്. ഭയങ്കര ശല്യമാണ് എലിഫൻസിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലുവൻസ് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എലിഫന്റ് കോറിഡോർസ്, അപ്പോൾ എന്താണ് എലിഫന്റ് കോറിഡോർ എന്നുള്ളതും കൂടെ ഹാവ് എൻ ഐഡിയ, എവിടെയൊക്കെ നമുക്ക് എലിഫന്റ് കോറിഡോർസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊജക്ട് എലിഫന്റ് എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് ഗുഡ്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് വയനാട് ലാൻഡ് സ്ലൈഡ് സർവൈവേഴ്സ് ടു സ്റ്റേജ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് റീഹാബിലിറ്റേഷൻ ഡിലേ. ഇത് ഇന്നലെയും പറഞ്ഞിരുന്നു, ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിരുന്നു. അതായത് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഇതുവരെ റീഹാബിലിറ്റേഷനും വേണ്ട ഫണ്ട് റിലീസ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഇതിനെക്കുറിച്ചിട്ട് ഓൾറെഡി ഒരു കേസ് തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ നടക്കാൻ പോവാണ്, ബൈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ MCC മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുന്ന സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് പൊളിറ്റിക്കൽ ആകുമെന്ന് വിചാരിച്ചിട്ട് MCCനെ ബാധകം ആക്കണ്ട അല്ലെങ്കിൽ നോക്കണ്ട, അല്ലാതെ ഫണ്ട് റിലീസ് ഇമ്മീഡിയറ്റ് ആണെന്ന് പറഞ്ഞൊരു കേസ് ഇന്നലെ ഉണ്ടായിരുന്നു. സോ ലാൻഡ് ഐഡന്റിഫൈഡ് ഫോർ സെറ്റിൽമെന്റ് ഇസ് കോട്ട് ഇൻ എ ലീഗൽ ടാങ്കിൾ. ഇതിൽ പറയുന്ന കുറേ ആൾക്കാരുണ്ട്, മൈഗ്രൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, അവരെ മരിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ റീഹാബിലിറ്റേഷൻ കിട്ടുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ഡിസ്കഷൻ പ്രോപ്പർ ആവുന്നില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സൈക്ലോൺ നടന്ന സ്ഥലത്തിൽ, ഇപ്പോൾ സൈക്ലോൺ ഡാന നടന്ന സ്ഥലത്തിലാണെങ്കിലും ഒരുപാട് പേര് ഒറീസയിൽ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടോ ഇല്ലെന്നെക്കാട്ടും കൂടുതൽ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ഡിഫിക്കൽറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 20 രൂപയാണ് ഒരു മണിക്കൂറിന് സെൽഫോൺ ചാർജ് ചെയ്യാൻ വരെ വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ കുറേ റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റ് ഉണ്ട്. സോ ഇതിനടുത്ത് നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി GS പേപ്പർ 3 നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് GS പേപ്പർ 3 മാത്രമല്ല, GS പേപ്പർ 1 ജിയോ ഫിസിക്കൽ ഫെനോമിനയിൽ യു ഷുഡ് വെരി വെൽ നോ എന്താണ് സൈക്ലോണിന്റെ ഫോർമേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രോപ്പിക്കൽ സൈക്ലോൺ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ, എന്താണ് സൈക്ലോൺ, ടൈഫൂൺ, ഹരിക്കെയിൻ, ടോർണാഡോ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് സൈക്ലോൺ ഉണ്ടാവുന്നത്, സൈക്ലോണിന്റെ എന്താണ് സൈക്ലോൺ ഇവിടെ ഉണ്ടാവാൻ കാരണം. അതേപോലെ ഒരു സ്ഥലം ഡിസാസ്റ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൈൻഡ്ലി നോട്ട് ദിസ്. പോസ്റ്റ് റീഹാബിലിറ്റേഷൻ ഏരിയ അല്ലെങ്കിൽ പോസ്റ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്, ഇത് എത്രത്തോളം ബെറ്റർ ആണ് എന്ന് പറയുന്ന കാര്യം കൂടെ ഇവിടെ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. സോ ഹൗ ഗുഡ് ഇസ് അത് ഫ്ലഡ് ആണെങ്കിലും സൈക്ലോൺ ആണെങ്കിലും ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പോസ്റ്റ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ. ഇതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്താണെന്നും കൂടെ നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. സോ അവിടെയാണ് നമുക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ടത്. സോ പിന്നെ ഇതെല്ലാം ബേസിക്കലി പിന്നെ എഡ്യൂക്കേഷൻ പ്ലസിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഈ ആർട്ടിക്കിളിനെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ ടൈറ്റിലാണ് എന്നെ ആകർഷിച്ചത്. വാട്ട് കൈൻഡ് ഓഫ് ഇമ്പാക്ട് വിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഹാവ് ഓൺ എഡ്യൂക്കേഷൻ. ഈ ഡൊമൈൻ ഉള്ളത് നമുക്ക് മാറ്റാം. എഡ്യൂക്കേഷനെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റാൻ പോകുന്നത് എന്നുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ഒരു ലോങ് ടേം ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. സോ എവിടെയെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റൈറ്റ് ഇറ്റ്. പിന്നെ പ്രധാനമായിട്ടും പിന്നെ എഡിറ്റോറിയൽ പേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ എഡിറ്റോറിയൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഇടാം. കാരണം ഒരുപാട് പേരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാരണം എഡിറ്റോറിയൽ എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ടൈം കോഡ് അങ്ങ് കയറി പോവാണ്. കാരണം നിങ്ങൾക്കും വളരെ ക്രിസ്പായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഞാനത് ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞു പോകാം. സെപ്പറേറ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യാം ഞാൻ. ഓക്കെ. ആൻഡ് ഇന്നത്തേൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ലിക്കറിനെ കുറിച്ചിട്ടാണ്, ലിക്കർ പോളിസിയെ കുറിച്ചിട്ടാണ്. ഈ ലിക്കർ പോളിസിയെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വലിയ ഡിബേറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലിക്കർ പോളിസിയുടെ കാര്യം എന്നുള്ളതും കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ ഒരു
കേസ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാനത് എടുത്തു തരാം. അതായത് എന്താണ് കൃത്യമായിട്ട് കിട്ടി. ഓക്കെ, 1 സെക്കൻഡ്. യെസ്, ഓക്കെ. ഇതിൽ വേറൊന്നുമല്ല. ഇതിൽ ഇത് കഥ മൊത്തം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ കഥയുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ലിക്കറാണ്. ലിക്കർ മാത്രമല്ല, ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ ഇത് കഥാപാത്രമാണ്. അതേപോലെ ഇൻഡസ്ട്രിയൽ ലിക്കർ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ലിക്കർ അതായത് കുടിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റ് ആണോ സെൻട്രലിനാണോ ഇത് ഏറ്റവും കൂടുതൽ ഇത് ഇൻഡസ്ട്രിയൽ ലിക്കറിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന, കാരണം ഇതൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലും ഒന്ന് സെൻട്രൽ ലിസ്റ്റിലും രണ്ടുപേർക്കും ഇതിന് പവർ ഉണ്ട്. സെൻട്രലിന് ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾ അതുണ്ട്, ലിക്കർ സ്റ്റേറ്റിന്റെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ എൻട്രി 8 ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് 7 ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ആർക്കാണ് ഇതിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇത് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഡിറ്റോറിയൽ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇതൊരു അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചിട്ടാണ് കൂടുതലും പറയുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റ്ലി കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, പക്ഷേ നമുക്ക് അതിനകത്ത് UPSC അത്ര ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് പറയുന്നത്, ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത് 2 കാര്യങ്ങളാണ്. ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ, ഇന്ത്യയുടെ ഈ ബസ് എന്ന് പറയുന്ന കാര്യം, എത്രത്തോളം ഇലക്ട്രിക് ബസ് എന്ന് പറയുന്ന സ്വപ്നം, കാരണം പൊല്യൂഷന് വേണ്ടി മാത്രമല്ല, ഇത് എത്രത്തോളം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് PME ഡ്രൈവ്, എന്താണ് ഈ പ്രധാനമന്ത്രി ഇലക്ട്രിക്, അല്ലെങ്കിൽ എന്താണ് PME ഡ്രൈവ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നാണ് ഇതിന്റെ പേര്. PME ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ഫെയിം, വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫെയിം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ഇലക്ട്രോണിക്കൽ വെഹിക്കിൾസ് ഇൻ ഇന്ത്യ സ്കീം, അതാണ് ഫെയിം. എന്താണ് ഫെയിം എന്നുള്ളത്? ഈ സ്കീമുകളെല്ലാം ഇന്ത്യൻ എങ്ങനെയാണ്, ഈ ബസ്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്കുള്ളത്, അത് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആർട്ടിക്കിളാണ്. ഡെഫിനറ്റ്ലി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നില്ല. ഓക്കെ, അപ്പോൾ ഫെയിം എന്താണെന്ന് ഇതൊന്നും കൂടെ ഒരു ക്വിക്ക് നറേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ സസ്റ്റൈനബിലിറ്റി, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. ഇത് കുറച്ച് നല്ല ടൈം എടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. എന്താണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സെല്ല് ചെയ്ത് പോകുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ന്യൂസിലും വന്നൊരു കോൺസെപ്റ്റാണ്. എന്താണ് BioE3 എന്ന് പറയുന്നത്? ബയോടെക്നോളജി, 3 E ഫോർ എക്കോണമി, എൻവയോൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ബയോഎക്കോണമി അല്ലെങ്കിൽ BioE3 എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് FMCG പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിനെയൊക്കെ ഒരു ബയോടെക്നോളജി അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ബയോ ബേസ്ഡ് ആക്കിയിട്ട് ഇതിന്റെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിർത്തി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അവരിതിനകത്ത് സോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, സോപ്പിന്റെ സക്സസ് പറയുന്നുണ്ട്. പാമോയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സോപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ആഗ്രോ ബേസ്ഡ്, സിമ്പിൾ ആയിട്ടുള്ള പാമോയിൽ കൊണ്ട് എന്തോരം ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതെ വളരെ ഇതായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടോ. ഹാർട്ട് സോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പാമോയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പർച്ചേസ് ഓഫ് ലോക്കലി ഇമ്പോർട്ടഡ് പാമോയിലൊക്കെ മാറ്റി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന, അതെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിക്കിളാണ്. സസ്റ്റൈനബിലിറ്റി, കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താണ് BioE3 എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് എഡിറ്റോറിയൽ സമ്മറി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതൊരു ആർട്ടിക്കിളാണ്. ഇത് പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു സൈബർ റിപ്പോർട്ട് തന്നെയാണ്, അത് വേറെ കാര്യമൊന്നുമില്ല. ഏകദേശം 3300 കോടി രൂപയുടെ സൈബർ ഫ്രോഡാണ് ഏകദേശം ഇന്ത്യയിൽ നടക്കുന്നത്. അത്രയും വലിയ സൈബർ ഫ്രോഡാണ് നടക്കുന്നത്. മഹാരാഷ്ട്ര പോലത്തെ സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് സൈബർ ഫ്രോഡ്സ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സൈബർ ഫ്രോഡ് ഇൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ, കാരണം ഡിജിറ്റൽ അത്രയ്ക്കധികം കൂടിയല്ലോ. അതൊരു ഡേറ്റ പോയിന്റ് ആണ്. എഡിറ്റോറിയൽ സമ്മറിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഇസ് റിഗാർഡിംഗ് നാഷണൽ ന്യൂസ് എടുത്ത് നോക്കുമ്പോഴാണ് റിപ്പോർട്ട് ഫ്ലാഗ്സ് യൂസ് ഓഫ് ഫോൾസ് ഫിനാൻഷ്യൽ കേസസ് ടു സൈലൻസ് മീഡിയ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടർ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ പ്രബീർ പുർക്കയസ്തേനെ അറസ്റ്റ് ചെയ്ത കാര്യമുണ്ട്. ഇതിനകത്ത് പറയുന്നത് വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പബ്ലിഷേഴ്സ്, വാൻ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഇവരെല്ലാം പറയുന്ന ഒരു റിപ്പോർട്ടാണ് മിസ്യൂസ് ഓഫ് എക്കണോമിക് ചാർജസ് ടു സൈലൻസ്, ത്രെട്ടൻ ആൻഡ് അറ്റാക്ക് ദ പ്രസ്. ഇതൊരു റിപ്പോർട്ടാണ്. ഇവർ പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരുപാട് ഓൺലൈൻ മീഡിയാസും ഒരുപാട് മീഡിയ
മീഡിയ ഹൗസസിനെയും ചാനൽസിനെയും എല്ലാം ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇവരെല്ലാം എക്കണോമിക്സ് ചാർജസ്, അതായത് ഫോൾസ് ചാർജസ്, ഇവരെല്ലാം ഫോൾസ് ചാർജസിൽ, തെറ്റായ ചാർജസിൽ കുടുക്കി എല്ലാവരെയും കുടുക്കി ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രസ് ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. സോ ഇത് പ്രസ് ഫ്രീഡം ഇത് പറയുന്നുണ്ട്. എക്കണോമിക് ചാർജസ് ആണ് കൂടുതലും വെക്കുന്നത്. അത് ഭയങ്കര കൂടിയ ചാർജസ്, എക്കണോമിക് ചാർജസ് ഒക്കെയാണ് ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതും മണി ലോണ്ടറിങ്, ടാക്സ് ഇവേഷൻ, ബ്ലാക്ക് മെയിൽ, ടെററിസം ഫിനാൻസ്, ഫ്രോഡ്, ഇല്ലീഗലി റിസീവിങ് ഫോറിൻ ഫണ്ട്സ്, ഇതൊക്കെ മീഡിയയുടെ പുറത്ത് സാധാരണ കുറ്റം മാത്രമല്ല, ഫിനാൻഷ്യൽ എക്കണോമിക് ചാർജസ് ആണ് കൂടുതലും. ഇങ്ങനെ വെക്കുമ്പോൾ മീഡിയ ഹൗസിനെ സൈലൻസ് ചെയ്യാണ്, അവരെ കംപ്ലീറ്റ്ലി അടിച്ചമർത്തുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രധാന കുറേ ചലഞ്ചസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ ട്രയല് പലതിലും പ്രീ ട്രയലാണ്. പ്രീ ട്രയൽ ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിന് അക്യൂസ്ഡായി ഇവരെല്ലാം റിമാൻഡിൽ ജയിലിൽ കൊണ്ടിടും. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രീ ട്രയൽ ഡിറ്റൻഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ കുറേ കാലമായിട്ട് ജയിലിടും, പിന്നെ കുറേ കഴിയുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്തു വിടും. അപ്പോൾ പ്രീ ട്രയൽ ഡിറ്റൻഷൻ വളരെ പ്രശ്നമാണ്. ട്രയലിന് മുന്നേ പിടിച്ച് ജയിലിടുന്നതും അതേപോലെ ഇതിൻ്റെ നിയമ സാധ്യതകൾ, ലീഗൽ കൗൺസിൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന വക്കീൽ വേണം, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ സാധാരണ മീഡിയ ഹൗസസിനെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ്. സോ ഇത് വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ അവരെയും കണ്ടിന്യൂസ്ലി ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ന്യൂസ് ക്ലിക്കിനെ അറസ്റ്റ് ചെയ്തത് പറയുന്നത്. ഇതിൻ്റെ ഫൗണ്ടറിനെ പ്രബീർ പൂർക്കായസ്ഥനെ കംപ്ലീറ്റ്ലി അറസ്റ്റ് ചെയ്തതും റെയ്ഡ് ചെയ്തതും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കൊണ്ടുവരുന്ന 2 പ്രധാനപ്പെട്ട ആക്റ്റാണ്. ഒന്ന് PMLA പിന്നെയും വരുന്നുണ്ട്. ഈ ജേർണലിസ്റ്റുകൾക്കെതിരെയൊക്കെ PMLA ഉവാപ്പയാണ് ചാർജ് ചെയ്യുന്നത്. സോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിവിറ്റീസും. സോ അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിവിറ്റി, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടും ഉവാപ്പയും PMLAയും ചാർജ് ചെയ്യാണ്. സോ ആ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. യു ഷുഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് FATF. എന്നാൽ നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോ ഒരു ഗ്ലോബൽ ടെറർ ഫിനാൻസിങ് ആൻഡ് മണി ലോണ്ടറിങ് വാച്ച് ഡോഗ് ആണ് FATF. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ഗ്ലോബൽ ടെറർ ഫിനാൻസിങ് ആൻഡ് മണി ലോണ്ടറിങ് വാച്ച് ഡോഗ് FATF. FATFിന് കുറേ ലിസ്റ്റ് ഉണ്ട്. റെഡ് ലിസ്റ്റ് ഉണ്ട്, ഗ്രേ ലിസ്റ്റ് ഉണ്ട്. പാകിസ്ഥാൻ കുറേ നാൾ ഗ്രേ ലിസ്റ്റിലായിരുന്നു, റെഡ് ലിസ്റ്റ് ആണോ? അപ്പോൾ ഇതിലൊക്കെ ഈ ലിസ്റ്റ് എന്താണ്? FATF മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ വാൻ ഇഫ്ര എന്ന് പറയുന്ന റിപ്പോർട്ട് അമേരിക്കൻ പ്രസ്സും അതേപോലെ യുനെസ്കോന്റെ സപ്പോർട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഇത് പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ടത്. യുനെസ്കോ ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് റിപ്പോർട്ട്. വാൻ ഇഫ്ര എന്ന് പറയുന്നത് US മാത്രമല്ല, യുനെസ്കോ ഭാഗമാവുന്നതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വളരെ സീരിയസ് ആയിട്ടാണ് പലരും കാണുന്നത്. സോ അതാണ് ഇതിനെക്കുറിച്ച് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ മൊത്തം ബോംബ് ഹോക്സ് ആണ്. ഇന്നലെ 30 വന്നു, ഇന്ന് 50, ഇന്നലെ 50, മിനിഞ്ഞാന്ന് 30, 50 എല്ലാവരും നിരത്തിപ്പിടിച്ച് പ്ലെയിനിൽ ബോംബുണ്ടെന്ന് വിളിച്ച് പറയുകയാണ്. അത് ഇതിന് വലിയ നിയമങ്ങളൊക്കെ മാറാനുണ്ട്. ഇന്നലെ നമ്മൾ സൺഡേയിലത്തെ ന്യൂസിൽ നമ്മൾ നോക്കിയിരുന്നു. പഴയ ആക്ടുകളാണ്. നമുക്ക് 19 എയർക്രാഫ്റ്റ് ആക്ട് 1934 1937 ആക്ടും പിന്നെ സപ്രഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ ആക്ട് 1980 പഴയ ആക്ടുകളാണ്. അപ്പോൾ ഈ ആക്ടിലെ ശിക്ഷയൊക്കെ മാത്രം പോരാ, പുതിയ ടെക്നോളജിയാണ്. ലക്നൌവിലും കുറേ ഇതിന് മാത്രം ഹോട്ടലിലും ബോംബ് ബ്ലാസ്റ്റിന്റെ ഭീഷണി വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിൽ നിങ്ങൾ കാണേണ്ട ഒരു വാർത്തയാണ്. മുംബൈയുടെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മുംബൈ ബാന്ദ്ര സ്റ്റേഷനിൽ സ്റ്റാമ്പീഡ് 10 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. രാവിലെ 5 മണിക്ക് പോകേണ്ട ട്രെയിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുലർച്ചെ 5 മണിക്കുള്ള ട്രെയിനാണെന്ന് തോന്നുന്നു. 5:50 AM 5:15 AM ട്രെയിനാണ്. ഈ ട്രെയിനിൽ കയറാൻ ആൾക്കാർ 2:30 മുതലേ ആൾക്കാർ തിക്കി തിരക്കി. ആ സ്റ്റാമ്പീഡിൽ ആൾക്കാർ മരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഇതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ആൾക്കാർ ഒരു ട്രെയിനിന് വേണ്ടി ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്തൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് സീംസ് ടു ബി എ വെരി വാലിഡ് പോയിന്റ്. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറും ആൾക്കാർക്ക് ഇങ്ങനെ തിങ്ങിത്തിറങ്ങി മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ നന്നാക്കണം എന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത്, ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഗുഡ് ഡിമാൻഡ് ഓൾസോ. അതേപോലെ പിന്നെ അടുത്തത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എക്കണോമിക്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് ന്യൂസിൽ തന്നെ. FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിഡ്രൂ
85,790 crore. My God. 10.2 billion. Almost 10.2 ബില്യൺ ഡോളറാണ്. ബില്യൺ കേട്ടോ, മില്യൺ അല്ല, ബില്യൺ ഡോളറാണ് അവർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്തത്. സോ എന്താണ് FPO എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, FPI എന്ന് പറയുന്നത്. ഞാൻ അന്നും പറഞ്ഞൊരു എക്സാമ്പിൾ ഇനിയും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സസ് എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, നിങ്ങളുടെ കയ്യിൽ കുറച്ച് എക്സസ് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഈ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ നാട്ടിലാണെങ്കിൽ എവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യും? ഏതെങ്കിലും ഒരു കമ്പനി, എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കിൽ FD ഇടാം, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയെങ്കിലും നമ്മൾ പൈസയുടെ റിട്ടേൺസ് എടുക്കില്ലേ? പക്ഷെ എനിക്ക് ഫ്രാൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രാൻസിലൊരു നല്ല ബേക്കറി ഉണ്ട്, ഭയങ്കര നല്ലൊരു ഒരു ബേക്കറിയാണ്, അല്ലെങ്കിൽ ഒരു ബേക്ക് ഹൗസ് ആണ്, ഒരു ബേക്കിംഗ് ഹൗസ് ആണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ, ഭയങ്കര രസമാണ്, അതിൻ്റെ ഒരു ബേക്കിംഗ് പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്. എനിക്ക് ഇതിൻ്റെ ഷെയർ വാങ്ങണം, ഒരു പോർഷൻ ഓഫ് ഷെയർ വാങ്ങണം. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഫ്രാൻസിൽ ഇരിക്കുന്ന ഒരു കൺഫെക്ഷണറി സ്റ്റോറോ അല്ലെങ്കിൽ ഒരു ബേക്കറിയോ അല്ലെങ്കിൽ ബേക്ക് ഹൗസിൻ്റെ ഷെയർ വാങ്ങിക്കുമ്പോൾ ഞാനൊരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആവുകയാണ്. ഐ ആം എ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഞാൻ ഫ്രാൻസിൽ പുറത്തു പോയി വേറെ രാജ്യത്തിലെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആവുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും. പക്ഷെ എല്ലാവരും ഈ മാസം വളരെ മോശം, ഇത്രയും 85,000 കോടി രൂപ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ചൈനീസുകാരാണ്. അവിടെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റോടെ നോക്കേണ്ടത്. ചൈനീസുകാരുടെ സ്റ്റോക്കിന് വില കുറഞ്ഞു, ഭയങ്കര ചീപ്പായി. അപ്പോൾ ചൈനീസ് റിലേറ്റഡ് സ്റ്റോക്സിന് ചീപ്പായപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാ ആൾക്കാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം ചൈനീസ് സ്റ്റോക്കിൽ കൊണ്ടിട്ടു. അപ്പോൾ കുറേ പൈസ. സോ ദാറ്റ് ബ്രിങ്സ് എസ് എൻ ഔട്ട്ഫ്ലോ, നോട്ട് എൻ ഇൻഫ്ലോ. ഇറ്റ്സ് എസ് എൻ ഔട്ട്ഫ്ലോ. ഇറ്റ് ഇസ് ആക്ച്വലി ഗോയിങ് ഫ്രം ഇന്ത്യ ടുവേർഡ്സ് ചൈന. ഇറ്റ്സ് എൻ ഔട്ട്ഫ്ലോ. ആൻഡ് അതേപോലെ ഇന്ത്യൻ സ്റ്റോക്കിന് ഭയങ്കര വിലയും കൂടി. ഇന്ത്യൻ സ്റ്റോക്സ് ബിക്കെയിം മോർ എക്സ്പെൻസീവ്. ഇന്ത്യൻ സ്റ്റോക്സ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയി മാറിയപ്പോഴാണ് അവിടെ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതുകൊണ്ട് FPO എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്ന കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. കഥ ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു പോയറ്റിൻ്റെ മർഡർ, 26 വയസ്സായ ഒരു പോയറ്റിനെ സിനിമ സ്റ്റൈലിൽ കൊന്ന കാര്യമാണ് പറയുന്നത്. പ്രിമച്ചുർ റിലീസ് ഓഫ് വൺ ഓഫ് ദ കൺവിക്ട്സ് ഇൻ മർഡർ ഓഫ് പോയറ്റ് മധുമിത ശുക്ലനെ കൊന്ന് അവിടുത്തെ ഒരു ഫോമർ UP മിനിസ്റ്ററും ഒരാളും ഇതിനകത്ത് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയൊക്കെ കോടതി റിലീസ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇവിടെ നടക്കുന്നത്. സോ ഒരു മർഡർ കേസാണ്. അതാണ് ഞാൻ നമുക്കിനി കൂടുതൽ വായിക്കുമ്പോൾ അറിയാം, ഇനി അടുത്ത ഫോളോഅപ്സ് വരുമ്പോൾ അറിയാം. ശ്രീലങ്കൻ നേവി അറസ്റ്റ് 12 ഫിഷേഴ്സ് ഫ്രം നാഗപട്ടണം. സോ ദിസ് അഗെയിൻ ബ്രിങ്സ് us the point of ഇന്ത്യ മാത്രമല്ല, തമിഴ്നാടു ആൻഡ് ശ്രീലങ്ക. ആൻഡ് ദിസ് ബ്രിങ്സ് us the important aspect of fishing rights. ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറിയിൽ നമുക്കറിയാം നമ്മുടെ ശ്രീലങ്കൻ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, തമിഴ്നാടിൽ നിന്ന് ശ്രീലങ്ക എത്ര അടുത്താണ്. നമ്മൾ ഇന്ത്യയുടെ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യം ഏതാണ്ട് ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. തമിഴ്നാടിൽ നിന്ന് രാമേശ്വരത്ത് നിന്ന് അടുത്തല്ലേ, ധനുഷ്കോടി നിന്ന് അടുത്തല്ലേ, അതേപോലെ ട്യൂട്ടിക്കോറിൽ നിന്ന് എത്ര ദൂരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷിപ്പിൽ പോകുന്ന നമ്മുടെ ഇന്ത്യൻ ഫിഷർമാൻ അറിയാതെ ശ്രീലങ്കൻ വാട്ടേഴ്സിൽ ചെല്ലുമ്പോൾ അപ്പം തന്നെ ശ്രീലങ്കൻ നേവി അവരെ അറസ്റ്റ് ചെയ്യും. ഇത് ജയശങ്കർ സീരിയസ് ആയിട്ട് തന്നെ, സ്റ്റാലിൻ മിനിഞ്ഞാന്ന് ജയശങ്കർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇന്ത്യൻ ശ്രീലങ്കൻ റിലേഷനിൽ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത നാഷണൽ വാർത്തയിൽ ഇതും എഗെയിൻ ചൈന വാർത്ത തന്നെയാണ്. ട്രൂപ്സ് വിൽ ഹാവ് ടു ഗോ ടു ദ ഒറിജിനൽ ബേസസ് ഫോർ ഡീഎസ്കലേഷൻ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മുടെ പാകിസ്ഥാൻ ബോർഡർ പോലെ അല്ല നമ്മുടെ ചൈനീസ് ബോർഡർ. പലപ്പോഴും നമുക്ക് പണ്ടത്തെ 1960s ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. അതായത് ഒരൊറ്റ ലൈനാണ് ഉണ്ടാവുക. ഈ ഒറ്റ ലൈനാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക. ഒരു ബാർബ്ഡ് വയറോ അല്ലെങ്കിൽ ക്യാറ്റ് വയറോ ഫെൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് 60s കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അന്ന് തൊട്ട് ബോർഡർ ഇങ്ങനെയാണ്. നമ്മുടെ ബോർഡർ വിഷ്വലൈസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ മൊത്തം നമ്മുടെ ഇന്ത്യൻ ആർമി ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ചൈനീസ് ആർമി ഉണ്ടാവും. ഏറ്റവും രസം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടാണ് ഫയറിങ് അല്ല, തല്ലുകൂടുന്നതും ഫിസ്റ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അവരെന്തെങ്കിലും പറയും, നമ്മൾ പിടിച്ചുന്തും. അപ്പം അത്ര ഇങ്ങനത്തെ ബോർഡേഴ്സാണ് കൂടുതലും. ഇത് 60s 62 67 ഒക്കെ വാറിൽ ഏറ്റവും കൂടുതൽ എന്നും ഇടയ്ക്ക് കല്ലുകൾ എടുത്തെറിഞ്ഞ് എന്തോരം സോൾജേഴ്സിന്റെ കണ്ണ് പോയിട്ടുണ്ടെന്നറിയും, ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് അവർ. അപ്പോൾ ഇടയ്ക്ക് അവർ ഇങ്ങോട്ട് കയറും, ഇടയ്ക്ക് അവർ അങ്ങോട്ട് കയറും, അറ്റാക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് പിടിച്ചുന്തും. ഇങ്ങനത്തെ ഒരു 60s വാർ, ചൈനീസ് വാർ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ എസ്കലേഷൻ എന്ന് പറയുമ്പോൾ 2020 എങ്ങനെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അതേപോലെയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയയ്ക്ക് മുന്നോട്ട് വന്നിട്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കും. ഇവിടെ ഫെൻസ് ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി ചൈനീസുകാർ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ചൈനീസുകാരാണെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിന് തൊട്ടടുത്ത് കൊണ്ടുപോയി ബങ്കർ ഉണ്ടാക്കും.
പണ്ട് തൊട്ടടുത്ത് ബങ്കർ ഉണ്ടാക്കി ഇതിൽ കയറിയിരിക്കും. അപ്പോൾ ഇന്ത്യ തൊട്ടടുത്തതിനകത്ത് ബങ്കർ വേറെ ഉണ്ടാക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെൻസ് ഉണ്ടാക്കും, അടി ഉണ്ടാക്കും. ഇതൊക്കെയാണ് 62-67 ഇന്ത്യയുടെ ചൈനീസ് വാർ ആയിട്ടുള്ള ഹിസ്റ്ററി പറയുന്നത്. സോ ഡി എസ്കലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ പോലെ തന്നെ പോയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉടനെ നടക്കും എന്നാണ് പറയുന്നത്. എല്ലാവരും പഴയ പൊസിഷനിലേക്ക് പോയി പെട്രോളിംഗ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കും എന്നാണ് പറയുന്നത്. അവിടുത്തെ ബോർഡേഴ്സ് എല്ലാം ഇങ്ങനത്തെ പോലത്തെ ബോർഡേഴ്സാണ്. ആൻഡ് ഇതിനകത്ത് പറയുന്ന കൗണ്ടർ ഇൻസർജൻസി അല്ലെങ്കിൽ കൗണ്ടർ ടെററിസത്തിന് വേണ്ടി നന്നായിട്ടൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് കൗണ്ടർ ടെററിസം? കാരണം ഇവിടെ പ്രധാനം എടുത്ത് പറയേണ്ട ഒരു കാര്യം, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ UNSC, ഇന്ത്യ UNSCക്ക് വേണ്ടി മെമ്പർഷിപ്പിന് കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഈ UNSC എന്ന് പറയുന്ന UNSC മെമ്പർഷിപ്പിന് വേണ്ടി ഇന്ത്യ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പെർമനന്റ് മെമ്പർ ആവാൻ വേണ്ടി. ഇപ്രാവശ്യം ഇതിന്റെ പ്രസിഡൻസി ഇന്ത്യക്കാണ്. ഇത് റൊട്ടേറ്റിംഗ് ബേസിസിലാണ്. അപ്പോൾ യുഎന്റെ പ്രസിഡൻസി, UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡൻസി റൊട്ടേറ്റിംഗ് ബേസിസിൽ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടെററിസത്തിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ അവർ ആ സ്ഥലത്ത് തന്നെ പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന താജി വെച്ചിട്ടാണെന്ന് തോന്നുന്നു പ്രോഗ്രാം നടത്തിയത്. അവിടെ വെച്ചിട്ട് തന്നെ ഇന്ത്യ കൗണ്ടർ ടെററിസത്തിന് വേണ്ടി വലിയ ശക്തമായിട്ടൊരു പ്രോഗ്രാം അവിടെ വെക്കുകയുണ്ടായി. സോ UN സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ ആധാർ ബേസ്ഡ് പേയ്മെന്റ് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വേറൊന്നുമല്ല, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് നറീഗ എന്ന് പറയുന്നത്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ ഏകദേശം കഴിഞ്ഞ എത്രയോ നാളായിട്ട് നോക്കുമ്പോൾ 40 ലക്ഷത്തോളം ആൾക്കാർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. ദേ വർ ഡിലീറ്റഡ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധാർ ബേസ്ഡ് ABPS ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നു എന്നാണ്. എല്ലാവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടണം. ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലെങ്കിൽ പൈസ കിട്ടില്ല. അപ്പോൾ ഇന്നലെ കോൺഗ്രസ് മിനിസ്റ്റർ എല്ലാവരും പറഞ്ഞത് ഇത് തെറ്റാണ്, ഇങ്ങനെ ആധാർ ഒന്നും മാൻഡേറ്ററി ആക്കരുത്. പക്ഷെ ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ട് ABPS വഴി തന്നെ ചെയ്യുള്ളൂ, അപ്പം മാത്രമേ ആ ഇൻക്ലൂഷനും എഫിഷ്യൻസിയും ഇന്ത്യക്ക് ഉണ്ടാവുള്ളൂ നമ്മുടെ ഡിജിറ്റൽ സർവീസിലും. ആൻഡ് ദാറ്റ് ഓൾസോ ബ്രിങ്സ് us to another important concept of what is a DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അക്കൗണ്ടിൽ ഡയറക്റ്റ് പൈസ ഇട്ട് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ എക്കണോമിക്സിൽ വി ഷുഡ് ലേൺ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് UBI ഓർ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്താണെന്നുള്ളതും നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ആർട്ടിക്കിൾ, അതൊരു രസമായിട്ട് തോന്നുന്ന ഒരു ആർട്ടിക്കിൾ മാത്രമല്ല, ഇന്ത്യ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിളും കൂടാണ്. വി വിൽ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ആർട്ടിക്കിൾ. ആൻഡ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടും കൂടാണ് ഇത് പറയുന്നത്. അതായത് ഇന്ത്യസ് നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ്, ഇന്ത്യയുടെ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് ആണ് പറയുന്നത്. സോ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ്. എത്രത്തോളമാണ് ഒരു രാജ്യം നേച്ചർ കൺസർവേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സുകളെല്ലാം UPSCയുടെ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് കഴിഞ്ഞ 4 ദിവസമായിട്ട് എത്ര ഇൻഡെക്സ് പഠിച്ചു നമ്മൾ. നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് 176ാം സ്ഥാനമാണ്, മൊത്തം 150 രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇന്ത്യ അത്രയും മോശമാണെന്നാണ് ഈ ലിസ്റ്റ് പറയുന്നത്. ഇസ്രായേലിലെ എനിക്ക് തോന്നുന്നു ബെൻ ഗുരിയൻ യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ പുറത്തിറക്കുന്നത്. നെറ്റിന് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ലോഡ് ആവാത്തത്. ഇത് തന്നെ കാര്യം, പറയുന്ന കാര്യം ഇത് തന്നെയേ ഉള്ളൂ. വാർത്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇൻഡെക്സിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത ഇതിനകത്ത് വന്നത്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഇന്ന് 2-3 വാർത്തകളെല്ലാം ഈ ഒരു ആംഗിളിലാണ് പോകുന്നത്. അതെൻ്റെ ലോഡിങ്ങിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്ത് പറഞ്ഞു തരാം എന്താണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞുതരാം. ഒന്ന്, പ്രധാനമായിട്ട് ഡിജിറ്റൽ അറസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ അറസ്റ്റ് ആണ് പറയുന്നത്. മോഡി ഇതിനകത്ത് പറയുന്ന 2-3 ഏജൻസി ഉണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് വലിയൊരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്? ആർക്കെങ്കിലും ഡിജിറ്റലി നിങ്ങളിപ്പോൾ ഞാൻ ഓൺലൈനിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്, പക്ഷേ ഒരുപാട് ഫ്രോഡ്സ്റ്റേഴ്സ്, സൈബർ ഫ്രോഡാണ് ഇതിൽ പറയുന്നത്. കംപ്ലീറ്റ് സൈബർ ഫ്രോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്ക് കോളും കാര്യങ്ങളൊക്കെ വരും, ഞങ്ങൾ RBI എന്നാണ്, ഇൻകം ടാക്സ് എന്നാണ്, CBI എന്നാണ്, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ എത്ര ആൾക്കാർ ഇപ്പോഴും ഫണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിജിറ്റൽ അറസ്റ്റ്. ഇതിനെതിരെ ശക്തമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രതികരിക്കണം എന്നാണ് പറയേണ്ടത്. സോ അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഡിജിറ്റൽ അറസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 ഏജൻസിയും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് NCCC? നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ. അതാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ ആണ് NCC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദർ ഇസ് സംതിങ് കോൾഡ് എ CERT. ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ NCCC എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതേപോലെ തന്നെ CERT എന്ന് പറയുന്നത്. സോ നാഷണൽ ഏജൻസിയാണത് CERT എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്ററും ഇതാണ് കുറച്ചും കൂടെ ഹയസ്റ്റ് അതോറിറ്റി. CERT പോലെ എല്ലാവരും ഇതൊരു ഹബ്ബാണ്.
നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ഹബ്ബാണ്. ഡിഫൻസ് എന്നും സ്റ്റേറ്റ് ഫോഴ്സസ് എന്നും എല്ലായിടത്തു നിന്നും സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടാണ് NCCC. അതേപോലെ എന്താണ് CERT എന്നുള്ളതും കൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടാണ് ഇവിടെ. ഓക്കെ, സോ ഡിജിറ്റൽ ഫ്രോഡിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഈ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ CERT റിലീസസ് ഇത്രയും കിട്ടുന്നുണ്ട്, ബാക്കി നെറ്റിന്റെ ഇഷ്യൂ ആണ്, ഞാൻ അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞുതരാം. CERT റിലീസസ് അഡ്വൈസ് ഓൺ ഓൾറെഡി സ്കാംസ്. CERT എന്താണ്? കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഏജൻസി എന്ന് പറയുന്നത്. CERT, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, MeitY എന്ന് പറയുന്ന ഇത് മിനിസ്ട്രിയുടെ താഴെ 2004 വന്ന ഒരു വലിയൊരു നാഷണൽ ഏജൻസിയാണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ് CERT. അതേപോലെ ഇതിനകത്ത് പറയുന്ന വേറൊരു ഏജൻസി നമുക്ക് ഇതിനകത്ത് എടുത്തില്ല, ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഷെയറിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ബട്ട് വിൽ മാനേജ് ഇറ്റ്. ഇതിനകത്ത് NCCC എവിടെയോ ഒരു ചെറിയ മെൻഷൻ ഉണ്ട്, ഞാൻ അതാണ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞത്. നമ്മൾ NCCC അറിഞ്ഞിരിക്കണം. അതേപോലെ ഇന്ത്യ ടു പ്രൊക്യൂർ ലോഡായിട്ടുണ്ട്. ഇന്ത്യ ടു പ്രൊക്യൂർ 15 more C-295 എയർക്രാഫ്റ്റ് ഫ്രം എയർബസ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് എന്താണ് ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ പടം കണ്ടോ? C-295 എന്ന് പറയുന്ന വലിയ എയർക്രാഫ്റ്റ് ആണത്. അപ്പോൾ ഈ C-295 എന്ന് പറയുന്നത് ഇന്ത്യ ഇനിയും ബോയിങ്ങിൻ്റെ അടുത്താണ് നമ്മളിത് വാങ്ങിക്കുന്നത്. ഇറ്റ്സ് മാനുഫാക്ചേർഡ് ബൈ ബോയിങ് ആണ്. അപ്പോൾ ബോയിങ്ങിൻ്റെ അടുത്തു നിന്നാണ് ഇത്, ബോയിങ് അല്ല, എയർബസിൻ്റെ അടുത്തു നിന്നാണ് നമ്മളിത് വാങ്ങേണ്ടത്. എയർബസ് ആണ്. അപ്പോൾ ഇന്ത്യയിലും ഇത് പ്രൊഡക്ഷൻ വരികയാണ്. അവിടെ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ഏജൻസിയും കൂടാണ്. വാട്ട് ഇസ് ടാസിൽ എന്ന് പറയുന്നത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് ടാസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടാസിൽ മാത്രമല്ല, ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രൈം മിനിസ്റ്റർ ഈസ് ഇനോഗ്രേറ്റിംഗ് ദ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലെക്സ് will manufacture C-295. അപ്പോൾ indigenous, this is also one of the first, this is the first private sector final assembly line. First FAL ആണ്. FAL എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫൈനൽ അസംബ്ലി ലൈൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ the first private sector ഫൈനൽ അസംബ്ലി ലൈൻ ആണ്. അത് ടാറ്റയുടെ പേരിൽ തന്നെയാണ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ടാറ്റയുടെ പ്രൈവറ്റ് ഇങ്ങനത്തെ മാനുഫാക്ചറിങ് ഇതും കൂടെ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെന്താണ് കാണിക്കുന്നത്? ഇന്ത്യ ഈസ് കൊളാബറേറ്റിംഗ് വിത്ത് പ്രൈവറ്റ് പാർട്ടീസ്. ഓൾറെഡി ഡിഫൻസിൽ പ്രൈവറ്റ് സെക്ടർ വേണമെന്ന് ഭയങ്കരമായിട്ട് ഇപ്പോൾ എല്ലാവരും വാദിക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ പറയണേ. കാരണം കുറച്ചുകൂടെ മോഡേൺ സാധനങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് വേണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരും കൂടെ ചേർന്നിട്ടാണ് ഈ C-295 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി എയർബസ് കുറേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്ട്രി ഹാസ് സൈൻ 21,000, ഓൾമോസ്റ്റ് 22,000 കോടി രൂപയാണ് എയർബസിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇനി ടാറ്റയുടെ TASലും കൂടെ വർക്ക് ചെയ്യും, ടാസിലും കൂടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ 295 എന്ന്, C-295 എന്തിനാണ് നമുക്കിത് വേണ്ടത്? നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ പ്ലെയിനുകളില്ലേ? നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. ഒരു വലിയ ട്രക്ക് അല്ലെങ്കിൽ വലിയൊരു വാൻ, ഒരു ഡെലിവറി വാൻ എന്ന് വിചാരിക്കുക. വലിയൊരു ട്രക്ക് അല്ലെങ്കിൽ ഒരു ഡെലിവറി വാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന്, ആക്സസറീസ്, ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, ഇതിൻ്റെ കാർഗോ, ഇതൊക്കെ കൊണ്ടുപോകുന്ന വലിയൊരു ട്രക്കും വാൻ എന്ന് വിചാരിക്കുക. അതിൽ ആൾക്കാരെ കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം, മെഷീൻസ് എല്ലാം കൊണ്ടുപോകാം. ഈ ട്രക്ക് പറന്നാൽ എങ്ങനെ ഇരിക്കും? ഈ ട്രക്ക് ഫ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ ഹ്യൂജ് വാൻ, ആ ഹ്യൂജ് ട്രക്ക്, ഇമാജിൻ ദാറ്റ് ഇറ്റ് ഇസ് ഫ്ലൈയിങ്. അതാണ് C-295 എന്ന് പറയുന്നത്. അത്രയും വലുതാണ് ഈ ഒരു എയർക്രാഫ്റ്റ്. അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇത്രയും ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. C-295 ഓർത്ത് വയ്ക്കുക. അതാണ് ഇതിനെ പ്രധാനമായിട്ട് വന്ന ആർട്ടിക്കിൾ. പിന്നെ അടുത്ത ഫിൻലൻഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യ ഷുഡ് ഇൻഫ്ലുവൻസ് റഷ്യ ടു ചേഞ്ച് കോഴ്സ് ഓൺ യുക്രൈൻ. അപ്പോൾ ഇത് ഈ പടത്തിൽ കാണുന്ന ഇവര് ഫിൻലൻഡിന്റെ മിനിസ്റ്ററാണ്, ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഫിൻലൻഡ് ആണ്. സോ ദാറ്റ് ബ്രിങ്സ് എസ്, എവിടെയാണ് ഫിൻലൻഡിന്റെ ലൊക്കേഷൻ? എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഫിന്നിഷ് എഡ്യൂക്കേഷൻ ആണല്ലോ. ഫിൻലൻഡ് എഡ്യൂക്കേഷൻ മോഡൽ ഭയങ്കര ഹൈ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിൻലൻഡിന്റെ എഡ്യൂക്കേഷൻ? ഞാൻ ജനറലായിട്ട് പറയുകയാണ്, you should be aware of why Finland education system is very good. Compared, വേണമെങ്കിൽ ചോദിക്കാം, compared with Finland education and Indian education system അല്ലെങ്കിൽ NEP 2020, നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ഫിൻലൻഡിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിലുള്ള എന്താണ്? ഇതിൽ പറയുന്നില്ല, ഞാൻ ചോദിക്കുകയാണ്. ഐ എം ആസ്കിങ് യു ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ഓൾസോ ബി ആസ്ഡ്. ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ത്യ റഷ്യനെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്ത്യ റഷ്യനെ പെർഷ്വേഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. യുക്രൈനിൽ അറ്റാക്ക് നിർത്താൻ വേണ്ടി റഷ്യ നല്ലൊരു ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊരു ആർട്ടിക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഓൾറെഡി ഫിൻലൻഡിന്റെ മാപ്പിൽ നിങ്ങൾ നോക്കണം, എവിടെയാണ് ഫിൻലൻഡിന്റെ ബോർഡേഴ്സ്.
ഫിൻലൻഡ് റഷ്യനെ ഓൾറെഡി സാങ്ഷൻ പ്രഖ്യാപിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ ആർട്ടിക്കിളിൽ പറയുന്നത് ഫിൻലൻഡിനെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഫിൻലൻഡിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ. അവരുടെ വിസ പ്രോസസ്സിങ്ങും അവിടെ ഒരുപാട് ആൾക്കാർ ഒരു പാർട്ട്ണറാണ്. ഇന്ത്യ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ് ടു ഫിനാൻസ് സ്കിൽഡ് ലേബർ ഫോഴ്സ്. ഇന്ത്യ ഈസ് ഓൾസോ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ഇൻ ഫിൻലൻഡ്സ് ടാലന്റ് ബൂസ്റ്റ് പ്രോഗ്രാം. ഇതൊക്കെ ഓർമ്മയുണ്ട്, ഇതൊക്കെ ഓർത്ത് വെച്ചു. ടാലന്റ് ബൂസ്റ്റ് എന്നൊരു പ്രോഗ്രാമിൽ ഇന്ത്യ ഒഫീഷ്യൽ പാർട്ട്ണറാണ് ഫിൻലൻഡിൻ്റെ. കറന്റ് 25,000 ഇന്ത്യൻസ് മെയിൻലി ഫ്രം IT സെക്ടർ ലിവ് ഇൻ ഫിൻലൻഡ്. 25,000 ആൾക്കാർ ഫിൻലൻഡിൽ താമസിക്കുന്നുണ്ട്. ഇനിയും അവരുടെ വർക്ക് പ്രോഗ്രസ്സും വർക്ക് വിസയും ഫിനിഷ് ഗവൺമെൻറ് പ്രോഗ്രാമും ഒക്കെ നല്ലൊരു റിലേഷനിലാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. സോ ഫിൻലൻഡ് ഹാസ് ബീൻ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിൻലൻഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അതാണ് എടുത്തു പറയേണ്ടത്, അത് ഞാൻ വിട്ടുപോയി. ലോകത്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഹാപ്പിയസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്നതിൽ പ്രധാനമായിട്ട് ഇപ്രാവശ്യം ഫിൻലൻഡ് തന്നെയാണ് വൺ ഓഫ് ദ ലീഡിംഗ് കൺട്രീസ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് റിപ്പോർട്ട്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട്? ഫിൻലൻഡ് ഹാസ് ദ ബെസ്റ്റ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇൻ ദ വേൾഡ് ആൻഡ് വെരി ലിറ്ററേറ്റ് പോപ്പുലേഷൻ മാത്രമല്ല, ഫിൻലൻഡ് ഈസ് ബിൽറ്റ് ഓൺ ഇക്വാലിറ്റി ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ദ ഫിന്നിഷ് ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്ന വളരെ ഹാപ്പിനെസ് ഉള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്ന വാർത്തകൾ. പിന്നെ ഇന്ന് എക്കണോമിക്സിൽ അല്ലെങ്കിൽ ബിസിനസ് പേജിൽ കൂടുതലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് അങ്ങനത്തെ ആർട്ടിക്കിൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് അധികം പോയതുമില്ല. യെസ്, ഇത് കുറച്ചുകൂടെ ഒരു വേറൊരു നമുക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും വരുന്ന രാജ്യങ്ങൾ അഗെയിൻ ഇറാനിൻ്റെ നോബൽ പീസ് പ്രൈസ് അവരെ ജയിൽ ചെയ്തിട്ടിരിക്കുകയാണ്. സോ നർഗിസ് മുഹമ്മദിനെ കുറേ ഇറാനിലെ നോബൽ പീസ് പ്രൈസ് കഴിഞ്ഞ വർഷം കിട്ടിയ ആളെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്. സോ അത് വേറൊരു രണ്ട് രാജ്യങ്ങളുടെ മാപ്പ് സ്റ്റഡി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ബ്രിങ്സ് അസ് അനദർ ഇമ്പോർട്ടൻറ്റ് കൺട്രി, ബൊലീവിയ. എവിടെയാണ് ബൊലീവിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബൊലീവിയയുടെ ബോർഡേഴ്സ് ഏതാണെന്ന് അറിയണം. അഗെയിൻ ദാറ്റ് ബ്രിങ്സ് അസ് അഗെയിൻ ലിത്വാനിയ. സോ എവിടെയാണ് ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ? ഇപ്പോൾ ഫിൻലൻഡും കൂടെ പറഞ്ഞില്ലേ. സോ വാട്ട് ഈസ് ദിസ് സ്കാൻഡിനേവിയൻ, എന്താണ് സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ ബാൽക്കൻ റീജിയൻ? ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഇത് നോർവേ, ഇതൊക്കെ എവിടെയാണ് ഉള്ളത് ഇത് രാജ്യങ്ങൾ? സോ ഇന്നത്തെ ബൊലീവിയ, ലിത്വാനിയ രണ്ട് രാജ്യങ്ങളുടെ ബോർഡറിങ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ UNSC ഹോൾഡ് എമർജൻസി മീറ്റിംഗ് അപ്പോൺ ഇറാൻസ് റിക്വസ്റ്റ്. ഓൾറെഡി ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇറാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറാൻ പ്രോമിസസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ഇസ്രായേലി എയർ സ്ട്രൈക്കിന് എതിരെ ഇറാൻ ശക്തമായി പ്രതികരിക്കും. ഇസ്രായേൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചടിക്കുകയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയുന്നില്ലേ. സോ പിന്നെ ഇലക്ഷൻ വാർത്തകളാണ് കൂടുതലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയും വാർത്തകളാണ് മെയിനായിട്ട് നമുക്ക് ഇന്നത്തേൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഞാൻ എഡിറ്റോറിയൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. സോ എന്തെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇന്നലെ വന്നിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഡെഫിനറ്റ്ലി കൺസിഡർ ദാറ്റ്. സയൻസ് ആൻഡ് ടെക് അങ്ങനെ പഠിപ്പിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ കീപ് പ്രിപ്പയറിംഗ് IAS ഫാക്ടർ. പ്ലീസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് IAS ഫാക്ടർ.